ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ നടത്തിയ പ്രഖ്യാപനം ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ഭീതിയിലകപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജോർദാൻ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിക്കുന്നത്. തങ്ങളുടെ മണ്ണിൽ വെച്ച് ഒരു അതിഥിയെ വധിച്ചതിനുള്ള ശിക്ഷ ഇറാൻ ഇസ്രായേലിന് നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയതിന്റെ സാഹചര്യത്തിലാണ് ഈ സന്ദർശനം. അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന ജോർദാന്റെ വിദേശകാര്യമന്ത്രിയായ ഹൈമൻ സഫർദിയെ ഇറാൻ സന്ദർശനത്തിനും ചർച്ചയ്ക്കും അയച്ചത് ജോർദാൻ രാജാവാണോ അതോ അമേരിക്ക തന്നെയാണോ? പശ്ചിമേഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് ജോർദാൻ വിദേശകാര്യമന്ത്രി ഇറാനിലെത്തിയത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇറാന്റെ ആക്രമണ ഭീഷണിയെ ഇസ്രായേലും അമേരിക്കയും നിസ്സാരമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, എന്ത് വില കൊടുത്തും ഇറാനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും നിലകൊള്ളുന്നത്. ഗോലാൻ കുന്നിലെ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഹിസ്ബുള്ളയും ഇസ്രായേലും പരസ്പരം ആരോപിക്കുന്നതിനിടെയാണ് ഇസ്മായിൽ ഹൈനാന്റെ കൊലപാതകം നടന്നത്. ആരോപണം ഇസ്രായേൽ നിഷേധിച്ചുവെങ്കിലും മൊസാദിന്റെ മൗനത്തെ സമ്മതമായി ലോകം കരുതുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജോർദാൻ വിദേശകാര്യമന്ത്രി ഹൈമൻ സഫർദി ഞായറാഴ്ച ദിവസം അപ്രതീക്ഷിതമായി ഇറാനിൽ ചെലവഴിച്ചത്. രഹസ്യവും നിർണായകവുമായ സന്ദേശവുമായാണ് ഹൈമൻ സഫർദി ഇറാനിലെത്തിയത് എന്നാണ് വാർത്ത. എന്താണ് ഈ സന്ദേശം? സന്ദേശം അയച്ചത് ജോർദാൻ രാജാവാണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണോ? രണ്ടായാലും അമേരിക്കൻ ആശങ്കയും ഇസ്രായേൽ ഭീതിയും അതിന്റെ പിന്നിൽ ഉണ്ടെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഖുമൈനിയുടെ പ്രഖ്യാപനം ഉണ്ടായ സാഹചര്യത്തിലാണ് സഫർദി ഇറാനിലെത്തിയത് എന്നതിലും സംശയമില്ല. ഇസ്മായിൽ ഹനിയായുടെ കൊലപാതകത്തിനുള്ള ശിക്ഷ ഉചിതമായ സമയത്തും ഉചിതമായ സ്ഥലത്ത് വെച്ചും ഉചിതമായ രീതിയിലും ലഭിക്കുമെന്ന ഇറാന്റെ താക്കീത് ലോകം ഏറെ ആശങ്കയോടെയാണ് കേട്ടത്, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും. ഈ ആശങ്കയാണ് ജോർദാൻ മുഖേനയുള്ള അനുനയത്തിനുള്ള ശ്രമത്തിന്റെ പിന്നിൽ എന്നാണ് മനസ്സിലാവുന്നത്. കൂടാതെ ഹിസ്ബുള്ളയുടെ ഒരു പ്രധാന മിലിറ്ററി കമാൻഡറിനെ ഇസ്രായേൽ വധിച്ചതിനുള്ള പ്രതികാരമെന്ന നിലയിൽ തങ്ങൾ ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെയും ആക്രമിക്കുമോ എന്ന ഭയവും അമേരിക്കക്കുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം ഇറാൻ നടത്തിയത് മുതൽ തന്നെയും അമേരിക്കയും ഇസ്രായേലും ഇറാനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമവുമായി രംഗത്ത് വന്നത് തന്നെയും യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധവിജയം കൈവരിച്ചതിന് തുല്യമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമമുണ്ടായാൽ ഹിസ്ബുള്ളയെയും മറികടന്നു വേണം ഇറാനെ തിരിച്ചടിക്കാൻ. ഇത് ഇസ്രായേലിന് പ്രവചനാതീതമായ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇസ്മായിൽ ഹനിയായുടെ കൊലപാതകത്തിനുള്ള ശിക്ഷ ഉചിതമായ സമയത്തും ഉചിതമായ സ്ഥലത്ത് വെച്ചും ഉചിതമായ രീതിയിലും ലഭിക്കുമെന്ന ഇറാന്റെ താക്കീത് ലോകം ഏറെ ആശങ്കയോടെയാണ് കേട്ടത്, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും.